Chicken Peri Peri. It's real peri peri hot. Chicken, it's my choice. എന്തൊരു ഇംഗ്ലീഷായത്? ശില്പം നീയല്ലേ.
കുടിക്കടേ കുടിക്കാൻ അവർക്കൂടെ കൊടുക്കടാ. നീ ഒറ്റയ്ക്ക് കഴിച്ചാൽ മതിയോ? അവർക്കൂടെ കൊടുക്കണ്ടേ? അവർക്കൂടെ കൊടുക്കടാ. റാസ്കൽ, അവർക്കൂടെ കൊടുക്കടാ. 2 കുപ്പി പാലുണ്ട്. അതിൽ ഒന്ന് എന്റെ മുതല കുഞ്ഞു കഴിക്കുന്നു, ഒന്ന് ഇവിടുത്തെ ഒരു കഴുത കുടിക്കുന്നു. ബോസ്, നമ്മുടെ ടൈഗറിന്റെ കാര്യം എന്തായി? ടൈഗർ 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 ഇനി ടൈഗറിന് വേണ്ടി പണിയെടുക്കാൻ നമ്മളെ കിട്ടില്ല. ടൈഗർ ബ്രിട്ടാനി ബിസ്ക്കറ്റിൽ നിന്ന് പല്ലിന്റെ ഇടയിൽ ഒട്ടി ഒട്ടി വയ്യ. അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നല്ല. അവ ഇടയ്ക്കേറി പറഞ്ഞതാണ്. ഇടയ്ക്കേറി പറഞ്ഞ അങ്ങനെ സാധനം ഇല്ലായിരുന്നു. ഇല്ല ഇല്ല, കൊള്ളസംഖ്യത്തില്ല. ഇന്ന് ചൈനയിൽ നിന്നും പുറംകടലിലേക്ക് ഒരു കപ്പൽ വരുന്നുണ്ട്. അതിൽ നിറയെ വജ്രങ്ങളും രക്തങ്ങളുമാണ്. അതിനൊന്നുമില്ല, അത് വന്ന വാഴ പൊക്കോളൂ. കപ്പലിന്റെ പേര് ചിങ്കോ. കപ്പലിന് പേരുണ്ടോ? ഉണ്ട്. പിന്നെ ചൈന എന്ന് പറഞ്ഞ കപ്പലിന് ചിഞ്ചോക്ക് എന്നല്ല, പിന്നെ മണികണ്ഠനും രക്താനും ഇടാൻ പറ്റുമോ? പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടോ? പറഞ്ഞോളൂ. നമ്മുടെ സിംഗപ്പൂരിൽ നിന്നും ഒരു ടീം നമുക്ക് രക്തവുമായിട്ട് വരുന്നു. അവര് പ്രത്യേകം പറഞ്ഞത് അവർക്ക് ക്യാബറ ഡാൻസ് കാണണമെന്ന്. കഴിഞ്ഞ ഞായറാഴ്ചയും ശനിയാഴ്ചയും ക്യാബറ കളിച്ച നളിനയ്ക്ക് പൈസ കൊടുത്തില്ല. ഇപ്പോഴും കടമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, പതിവ് പോലെ അവരെ സന്തോഷപ്പെടുത്താൻ ഞാൻ തന്നെ കളിക്കാം. അപ്പൊ അവിടെ എടുക്കും. ഞാൻ നിങ്ങളെ നോക്കിയിരിക്കായിരുന്നു. ഇന്ന് രാത്രി 10 മണിക്ക് ഒരു കപ്പൽ നിറയെ വജ്രങ്ങളും രക്തങ്ങളും വരുന്നുണ്ട്. അത് രഹസ്യ സംഖ്യയിലത്തെ എത്തിക്കാൻ ഞാൻ നിങ്ങളെ ഏർപ്പാട് വെക്കുന്നു. അപ്പൊ ചോദിക്കും ഈ ഡയലോഗ് ഇപ്പൊ ഇല്ലെന്ന്. പക്ഷേ ഇത് പാവാട ഇടാൻ വേണ്ടി ഞാൻ ഫില്ല് ചെയ്തതാണ്. നമ്മൾ കുലസംഖ്യത്തിൽ ദാരിദ്ര്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? തൃപ്തിയായില്ലേ? തൃപ്തിയായി. ഇപ്പൊ ഈ ഇടയിട്ട് എന്റെ ജോസ് പ്രകാശിന്റെ ബോസിന്റെ സൗണ്ട് അത്ര പോരാ. അപ്പൊ അതുകൊണ്ട് ഡബ് ചെയ്ത് തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ വിഷയം വരില്ലായിരുന്നു. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നമ്മളെ കള്ളക്കടത്തിന്റെ രഹസ്യങ്ങൾ തർക്കാൻ ആരെന്ന് മനസ്സിലായി? ആരോ? രാജൻ. രാജൻ 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 ഇനി രാജന്റെ വാക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു പോരുത്. ബോസല്ലേ 3 പ്രാവശ്യം പറഞ്ഞത്? ഇല്ല, ഇനി പറഞ്ഞു പോരുത്. രാജൻ അങ്ങനെ പറഞ്ഞു ഇല്ലെങ്കിൽ അവ കടയിലിട്ട് അടിച്ചേരും. പ്രശംസ എനിക്കിഷ്ടമല്ല. എടാ പ്രശംസ അവിടെ നിൽക്കട്ടാ. താക്കോല വിടറാ. എടാ എന്റെ ബൈക്കിന്റെ താക്കോല വിടറാ. കറങ്ങിയപ്പോ പോകണ എന്നെ ഈ കരിയിലെ ചെന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ? ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം ബൈക്കിന്റെ. അണ്ണാ ഡയലോഗ് പ്രശംസ എനിക്കിഷ്ടമല്ല. എന്റെ പ്രശംസ എന്റെ താക്കോലറേ. പ്രശംസ എനിക്കിഷ്ടമല്ല. പക്ഷെ എന്റെ ബൈക്കിന്റെ താക്കോല് എന്റെ അച്ഛന് ഇഷ്ടമാണ്. താക്കോല് വരെയെ കെട്ടണം. ഇത് കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടമല്ല. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചോര വരും. ഇത് കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടം. ഇത് ആറ്റൊക്കെ ഞാൻ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചല്ലേ? 15 രൂപ വാങ്ങിച്ചല്ലേ? അപ്പൊ നീ എന്ത് വിചാരിച്ച്? എന്റെ താക്കോല് ഉണ്ടല്ലോ.
അയ്യോ കെട്ട് പൊളിക്കാൻ വേണ്ടി വന്നേടാ. ഇത് വെളുക്കണ്ണ വരെ ഇതിന്റെ ക്ലൈമാക്സ് വരെ ഇത് തിരക്കി നടക്കുന്നതാണ് കഥ. ഇത് തിരക്കി നടക്കുന്നത് എന്നടാ കഥ. ആ മുതലെടുത്ത് അടിയടാ. എടാ കാലാടാ. ഇവിടെ വാ. എടാ ഈ ചാവി തിരക്കി നടക്കുന്നതാണ് ഇതിന്റെ ക്ലൈമാക്സ്. തീരുന്നവരാ കാല. ചാവി അവസാനം കിട്ടും, അതാണ് ക്ലൈമാക്സ്. ഞാൻ കളഞ്ഞു. നമ്മളിപ്പോ കള്ളക്കടത്തിന് പോകും. ഇവനെ മാറ്റി പറയും. ഇവൻ ആരാ കടക്കരി കൊണ്ടു നിങ്ങൾ പറയുന്നത്? എന്താ ഒന്നും പറഞ്ഞേ. രാജൻ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ ഒരു അധോലോകത്തിലായിരുന്നു. എടാ എനിക്കൂടെ ചോക്ലേറ്റ് എടാ. നീ തിന്നുന്നതാ? ചോക്ലേറ്റ് ആണ് ജയിന്റെ ആക്ഷൻ ആണ്. ഒരു മൽപ്പിടുത്തത്തിന് ഞാൻ ഇപ്പോഴും തയ്യാറാണ്. അതെങ്കിൽ അറിഞ്ഞിട്ട് തന്നെ മേൽ കാര്യം. എങ്കിൽ അതൊരു അരക്കഴി നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, എന്റെ സൗണ്ട് ഒന്ന് ഡെപ്പ് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഈ ബോസിന് ഈ കുഴപ്പം വരില്ലായിരുന്നു. ഈ സ്നേഹത്തിന് പകരം തരാൻ എന്റെ ഒന്നുമില്ലടാ. ഇത് മധു. ഇത് കഴിഞ്ഞ എപ്പിസോഡിലെ മധു. അയ്യോ ഞാൻ ഇത് ഏത് വശത്തേക്ക് ജോസ് പ്രകാശ്. അതാണ് നിങ്ങൾ അടുപ്പിച്ച് ഷൂട്ട് ഇടരുതേ. ഈ ക്യാരക്ടറിന് മാറിപ്പോ ഞാൻ ഒരു മൽപ്പിടുത്തത്തിന് ഞാൻ ഇപ്പോഴും തയ്യാറാണ്. മൽപ്പിടുത്തം എന്ന് പറയുമ്പോൾ പെരുമ്പാപ്പിനോടാണോ സിംഹത്തിനോടാണോ? നിന്നോട്. എന്നോട്? എങ്കിലായിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുണ്ട് മേൽ കാര്യം. ഭയങ്കര ടൈമിങ്, സൂപ്പർ ടൈമിങ്. അനന്തു ഞാൻ കാണുന്നില്ല. സൂപ്പർ ടൈമിങ്. ക്ലൈമാക്സ് എടാ യവൻ എന്തേടേ സീരിയസ് ആയിട്ട് താക്കോലാണ് ക്ലൈമാക്സ് കൊണ്ടുപോകണം. ഇവന്റെ വിചാരം എന്താണെന്നറിയാമോ? ഇത് ചത്താലും തീരില്ല, മഹത്വം പോലെ കയറുമെന്നാണ്. പുഴുക്കണവനറിയാം. ഇവന്റെ വിചാരം അതാണ്. ഇവന്റെ വിചാരം മറ്റേ ഏഴക്കരെ പാവിരിച്ച പോലെ ഇതങ്ങ് കയറി പോകുമെന്നാണ് എന്റെ വിചാരം. മണ്ടാടാ നീ പുഴുക്കാണ്. തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട്. താക്കോലും കൊണ്ടുവന്നു. ദൈവമേ. എടാ നോക്കടാ. എടാ ജോസ് പ്രകാശ് ഉണ്ടായി നിൽക്കുന്നത്. നീ പേടിക്കടാ. ഇവ എന്തേടേ കാണിക്കുന്നത്? പൊളിഞ്ഞല്ല. പൊളിഞ്ഞു. ഞാൻ പറഞ്ഞില്ല നിനക്കല്ലേ ഭയങ്കര അത്യാവശ്യം അവനെ പിടിച്ച് കയറ്റാൻ. ഇത് കുടിച്ചോണ്ടില്ലേ ബാബാ? അനന്തു ടൈമിങ്ങിന് ഇട്ടോടെ. ഞാൻ അടിക്കാം. നമ്മളെ പയ്യന്റെ കഴിവേ കാണണ്ടേ. ഞാൻ ഇവിടെ പറഞ്ഞു വിടാ. താളമില്ലാത്ത പറഞ്ഞു വിടും. അവൻ വേറെ എന്നെ ഈ ബോസ് തല്ലാൻ പോകും. ഒരു കാരണവശാലും ഇതിൽ ഇടപെടരുത്. പിടിക്ക്. വീട്ടിൽ ടൈമിങ്. അറ്റാക്ക്. ഞാൻ മരിച്ചു. ഇനി കൊണ്ടുപോയി. ഇല്ല അറ്റാക്കല്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്ന് ഇവിടെ ചാവും. സ്ഥിരം ഈ നമ്പർ പോകില്ല. നമ്മള് ക്ലൈമാക്സ് കടിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. ഇത്ര ഒരു കൊള്ളസംഘം കളിച്ചിട്ട് മുതലവരെ നാണിച്ചിടക്കും. താക്കോല് അവിടെ
താക്കോല് ബോസേ. മരിച്ചു വീണവർ അടിക്കരുതെന്നാണ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ താക്കോൽ കൊണ്ട് വീട്ടിൽ ചെല്ലണമെന്ന് എന്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെക്കു ടെക്ലസേ ഒരു 30 വർഷം എന്റെ കൂടെ നിൽക്കുന്നില്ലേ, അതെ ബോസ്. എന്തെങ്കിലും ആരെങ്കിലും പിടിവെച്ചോളാം അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലേ? ഇല്ല സർ. അപ്പൊ ഇന്ന് ഞാൻ ഒരു അവസരം തരുന്നു. എന്താണ് ബോസ്? ഞങ്ങളെ രണ്ടുപേരും ഒന്ന് പിടിവെച്ചോല്ലേ? ഓക്കെ ബോസ്. ഓക്കെ ഓക്കെ. മതി മതി മതി, കൊണ്ടുവന്നാലും കുഴപ്പമില്ല, ചത്തോളാം. അല്ല യവന് ചത്ത് യുവമാരെല്ലാം ചത്ത്. ഇനിയിപ്പോ ഇവിടെ കിടന്നിട്ട് പോവാ, നാളെ രാവിലെ അടിച്ച് പോവാ. ഇവിടെ നിന്ന് ആഹാരം കഴിച്ച് നമുക്ക് പോവാ. ചേട്ടാ വേണമെന്നുണ്ടെങ്കിൽ ഓരോ മുതൽ കുഞ്ഞുങ്ങളെടുത്ത് പാന്റിന്റെ സിബ് ഇട്ടിട്ടില്ല. അവൻ നിക്കറായിട്ടിട്ടില്ല. അയ്യോ മൈക്കൂടെ കൂണേ. നാളെ തൊട്ട് ലോക്ക്ഡൌൺ ആയിരുന്നെങ്കിൽ കാണട്ടെ. അവനോട് വട്ടം പൊളിഞ്ഞിട്ട് കളിച്ച് കേട്ടാളതുകളെ വരസ്. താക്കോല്. അയ്യോ ഒരു സ്കിറ്റ് നശിപ്പിച്ചിരുതാ. ക്ലൈമാക്സ് കൊണ്ട് പൊളിച്ചറേ ചെറുക്ക. അയ്യോ ബാലരമേശ പോലെ മുത്തുവിനെ പോലെ നിൽക്കണ കണ്ട. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഓ മൈ ഗോഡ്, സൂപ്പർ. ഡയനെ കൂടെ ജോയിൻ ചെയ്യൂ, കാരണം ഫ്രം ദ വെരി സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിഗിനിങ് ഡയന അഖിലേട്ടൻ തമ്മിലുള്ള ഒരു കോമ്പി ഒരു പെർഫോമൻസോടുകൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ. ലക്ഷ്മി അവനും കൂടെ കുറ എന്താ ചെയ്യാ സാർ? ഞങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഞങ്ങൾ 3 പേര് കയറാൻ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു ഞാനും കൂടെ കയറട്ടേക്കാന്ന്. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഒരു ചാൻസ് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. ശരിയാ ശരി. ഇപ്പൊ അവനെ നിർത്തിക്കൊണ്ട് പൊക്കി പറയുന്നല്ല, ഇത്രയും മനോഹരമായിട്ട് എല്ലാവരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതിയ സ്കിറ്റ് ഞങ്ങൾ അത്യാവശ്യം റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ആ ഒരു സ്കിറ്റിനെ മനോഹരമായിട്ട് പൊളിപ്പിച്ച് തരാൻ പറ്റിയ മനസ്സ് നമ്മളെ സമ്മതിച്ചു കൊടുക്കും. എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ, നല്ലൊരു കൈ കൊടുത്തേ. അവന്റെ വിചാരം മറ്റതുപോലെ കയറുമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ ചക്ക വീണ് മൂലെത്തുമ്പോൾ ഒന്നും ചാവൂലിയാ. ഇവിടെ നിന്ന് ടിനി ചേട്ടൻ ചോദിക്കുകയാണ്, അതായത് ഇവന്മാരിത് ശരിക്കും കളിക്കുവാണോ അതോ ഇതാണോ ഇതിന്റെ ക്ലൈമാക്സ്? അത് ശരിക്കും താക്കോല് പോയിട്ടാണോ? ഇത് എന്ത് സംഭവം? അല്ല, സാധാരണ നമ്മൾ സ്പൂഫ് ചെയ്യാറുണ്ട്, പക്ഷെ അതിന്റെ മുകളിൽ നമ്മളെ പോലും പറ്റിക്കുന്ന സ്പൂഫ്. അല്ല, ഇത് ഒറിജിനൽ ആണെന്നുള്ള ആ അത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കുക. കാരണം ഒരു 10 വർഷം മുന്നിൽ നിങ്ങൾ യാത്ര ചെയ്യാം. ഇത് കറക്റ്റ് അങ്ങനെയാണ്, നമുക്ക് അല്ലാതെ നമുക്ക് കളിക്കാം. പക്ഷെ ഇതിങ്ങനെ ഒരു പാറ്റേണിൽ അങ്ങനെ പോയതാണ്. വെരി ഗുഡ്. കാരണം എന്ന് പറഞ്ഞാല് ഷിയാസിന്റെ അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഷിയാസിന്റെ സ്ക്രിപ്റ്റ് അല്ല ഇല്ലെങ്കിൽ ഞങ്ങൾ അത് കട്ട് ചെയ്ത് ഒന്നേ എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ചപ്പോ പോലെ ഈ തങ്കച്ചൻ ആരാ മേക്കപ്പ് ചെയ്ത്? രാജേഷ് ഷിയാസിന്റെ മോഹൻ അൽസേഷൻ ആയില്ലേ? ഈ തമിഴ്നാട്ടിലൊക്കെ മറ്റേ ബിനുവടിമാലി വെള്ളപ്പൊടി ഇങ്ങനെ ഇടാറില്ലേ, അത് വരച്ചേക്കണ പോലെ ഇരിക്കുന്നു. ശരിക്കും ഒരുപാട് വേദികളിലെ സ്കിറ്റുകളിലൊക്കെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ് ടിനിച്ചേട്ടൻ. ടിനിച്ചേട്ടൻ വരെ പറയണു 10 വർഷം മുന്നോട്ട് അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു സ്കിറ്റ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ആയിരുന്നു. ഒരു വലിയ കൺഗ്രാറ്റ്സ് നമ്മൾ തരികയാണ് കേട്ടോ. ഇത് രസമായിരുന്നു. ഒപ്പം നമ്മുടെ എന്താ പറയുക, മധുചേട്ടനാണെങ്കിലും അതുപോലെ തന്നെ മുരളിച്ചേട്ടനാണെങ്കിലും കൂടെ ഒരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കുകയാണ്. കാരണം ഈ ഒരു പ്ലേ നമ്മൾ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി അല്ലേ? ഞാൻ ഇവിടെ സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി അടിപൊളി അടിപൊളി. അതുകൊണ്ട് ഞാനൊരു സൂപ്പർ. നമ്മളെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിനോട് നന്ദി വേണം. എല്ലാവർക്കും നല്ല കറക്റ്റ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് അടിപൊളിയായിരുന്നു. തങ്കുല്ലേ, തങ്കു ആ വേഷം ഇട്ടിട്ട് നടന്നു വന്ന് ആ വരുമ്പോ തന്നെ എന്ത് രസമായിരുന്നു അറിയോ തങ്കു. അതുപോലെ ആ പാവാട ഇട്ട് ഡാൻസ് കളിച്ചപ്പോ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഇന്ന് ഞാൻ എല്ലാം മറന്നുപോയി. ഈ നാട്ടിൽ നിന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം അച്ഛന്റെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ ആളുകൾ ഒരു തങ്കച്ചന്റെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എടുത്ത് പറയണ്ടേ, ഇതുവരെ നമ്മുടെ ഫ്ലോർ ഇത്രയും യൂട്ടിലൈസ് ചെയ്തൊരു പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ടോ? സ്ലൈഡറിലൊക്കെ ആയിരുന്നു ഇടി. അതിന്റെ ടൈമിങ് തെറ്റിക്കഴിഞ്ഞപ്പോ അതേ കയറി പിടിച്ചു. ജെൻസാറിന്റെ സണ്ടുകളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അഞ്ഞൽ ഊഞ്ഞാല് ഏണിയിലൊക്കെ കയറി അഡ്വഞ്ചറസ് ആയിട്ടുള്ള. അത് നിങ്ങളപ്പോ അവിടെ മേളിൽ ചെന്ന് പ്ലാൻ ചെയ്തതാണോ? അത് ഞാൻ ആക്ച്വലി നമ്മുടെ എല്ലാരും തമ്മിൽ ഭയങ്കര ഒരു സിങ്ക് ആണ് അല്ലേ? ഓൺ ദ സ്പോട്ട് വരുന്ന കുറെ സംഗതികൾ. തങ്കച്ചേട്ടൻ ഏകദേശം എനിക്ക് അറിയാം. പുള്ളി ഇപ്പൊ എവിടെ കൊണ്ട് നിർത്തും, പുള്ളിക്ക് ഒരു ഡയലോഗ് ഉണ്ടല്ലോ അഖിലിന്റെ, സ്കിറ്റ് ഇത്രയും പൊളിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അത് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് താങ്കൾ അവസാനത്തെ. അത് മാത്രല്ല, എന്നെ വെടിവെക്കണ്ട, അല്ലാതെ ഞാൻ ചത്തോളാം.
ഷിയാസ് പൊളിച്ചു വീണ്ടും നീ അല്ല സ്കിറ്റ് പൊളിച്ചെന്നു പൊളിച്ചെന്ന് പറയില്ല. എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഷിയാസെ ഈ സാധാരണ പറയാറുണ്ട് 6 അടി കൂടുതൽ ഉയരമുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിക്ക് കുറവുണ്ട്. കറക്റ്റ് ആണത്. ആണോ? ഞാൻ 5'3" അറിയാതെ വായിന്ന് ചാടി പോവുകയും ചെയ്ത്. ഏതായാലും ഈ ഒരു പെർഫോമൻസിന് ഒരു വലിയ കൈഡ് കൊടുക്കുകയാണ്. ഇതാണ് ശരിക്കും സ്റ്റാർ മാജിക്കിന്റെ സൂപ്പർ പവറിനെ എപ്പോഴും വ്യത്യസ്തമാക്കണേ. ഓരോ തവണ ഓരോ ബ്രില്യന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സ്കിറ്റ് വരണേ. ഇത്തവണ ലാലേട്ടൻ മാറി ജയേട്ടനെ ഇല്ലേ? എന്തായാലും അടിപൊളിയായി ഡാൻസ് അതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡയനയുടെ ഡാൻസ് പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും നല്ലതാണ് മോളുടെ ഡാൻസ്. ഞാൻ വിചാരിച്ചു ഇതിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടന്റെ സ്റ്റെപ്സ് ഒക്കെ കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത്രയൊന്നും അങ്ങനെ ബോഡി മൂവ് ചെയ്യുന്നൊരു അങ്ങനെ മൂവ് ചെയ്തല്ല അദ്ദേഹം ഡാൻസ് കളിക്കുന്നത്. അത് അതുപോലെ തന്നെ ആ നമ്മളെ അനുകരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അസലായിരുന്നു എല്ലാരും. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിന് ആ ടെക്നിക്കൽ സൈഡും കൂടി ഫ്രെയിം നിറയെ ഇത് മുഴുവൻ ചക്ക അത് കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുവന്ന സമയത്ത് പ്ലേസ് ചെയ്തില്ല. അവരുടെ ഒരു ബ്രില്യൻസ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള ചക്ക കാണുന്നത്. ഇത്രയും കണ്ണ് നിറഞ്ഞിട്ട് 70mm എന്നൊക്കെ പറഞ്ഞ് നമ്മള് പണ്ട് പടയോട്ടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്തൊരു ഭംഗി. ഇത് നേരിട്ട് വന്ന് എല്ലാവരും കണ്ടാലേ ഇതിന്റെ മനസ്സിലാവുള്ളൂ. ഇതിന്റെ അത് കാരണം ചെറിയ സ്ക്രീനിൽ കാണുമ്പോഴേ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്റെ അമ്മ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ കൊറോണ കാലത്ത് ഏറ്റവും രക്ഷിച്ച ഒരു ദൈവമാണ് ഈ കിടക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ലക്ഷ്മി, ഞാന് പണ്ട് എന്റെ വീട്ടില് വണ്ടി ഓടിച്ചിരുന്ന ഷിബു ഉണ്ട്. ഷിബു എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു. അപ്പൊ ഷിബു ഈ കൊറോണ വന്നിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ മരിച്ചു പോയിട്ട്. ഈ കൊറോണ വന്നാണ് മരിച്ചത്. അപ്പോൾ ഷിബുവിന്റെ വൈഫ് എൽബി അവരുടെയൊക്കെ ജീവിതത്തിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിലാണ് എൽബി. ഇവിടെ വെച്ചിട്ടാണ് മരിച്ചത്. 2 ചെറിയ മക്കളാണ് ഉള്ളത്. ഇങ്ങോട്ട് നാട്ടിലോട്ട് വരാൻ പോലും പറ്റിയില്ല ഈ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം എൻ്റെ അച്ഛൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഈ സ്റ്റാർ മാജിക് കാണും എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും വലിയ മനസ്സിനുള്ള ഒരേ ഒരു സന്തോഷമാണ് ഈ പ്രോഗ്രാം കാണുമ്പോൾ. കാരണം ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും കുറച്ചു നേരം എല്ലാം മറന്ന് അവർ ചിരിക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാൻ പറഞ്ഞു. പ്രത്യേകിച്ച് തങ്കുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇസ്രായേലിൽ കുറേ ഫാൻസ് ഉണ്ട് അത്രേ തങ്കുവിന്. ഞാനത് എൽബിക്ക് വേണ്ടി ഇവിടെ ഞാൻ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ്. തങ്കുവിന് പിന്നെ എല്ലാവരെയും സ്റ്റാർ മാജിക്കിനെ മൊത്തത്തിലാണ് ഇഷ്ടം. പക്ഷെ തങ്കുവിന്റെ പേര് പ്രത്യേകം എടുത്തു പറയാൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകം താങ്ക് യു. അപ്പോൾ നമ്മളെ പ്രോഗ്രാം കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഇവിടെ ഇസ്രായേലിലെ എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും എൻ്റെ നമ്മളെ ടീമിൻ്റെ സ്റ്റാർ മാജിക്കിനെ ഹൃദയം നിറഞ്ഞതാണ്. Chicken Peri Peri. It's real Peri Peri hot. Chicken, it's my choice.